Hi friends, welcome to Misba Afreen's Creations. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും കഴിയും. അതിനായി 1 ലിറ്റർ പാലിലേക്ക് 5 ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സാബൂൺ റൈസ്, ചില സ്ഥലത്ത് ചൗരി എന്ന് പറയും, സഗോ റൈസ് എന്നൊക്കെ പറയുന്നതിന്, അതെടുത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ഏലക്കായ പൊടിച്ചത്, ഷുഗർ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് പായസം തയ്യാറാക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ക്യാരറ്റ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഗീയും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി സാഗോ റൈസ് കുക്ക് ചെയ്യാം. റൈസ് കഴുകിയതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ചൂടാകുന്നത് വരെ മൂടി വെക്കാം. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നമ്മുടെ സാഗോ റൈസ് 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പായസം റെഡിയാക്കി വരുമ്പോഴേക്കും കുക്കായിക്കോളും. ഇനി 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാൽ തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി ഷുഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ സാഗോ റൈസ് പൂർണ്ണമായും കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വൈറ്റ് കളർ മാറി ഒരു ഗ്ലാസ് കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മിൽക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ക്യാരറ്റിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറാട്ടോ. ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള കളറാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഭംഗിയുള്ള കളറും വളരെ ടേസ്റ്റിയുമാണെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും സേമിയ പായസം ട്രൈ ചെയ്യുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഇനി നട്ട്സൊന്നും ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.